ഇതെന്താ ഇവൻ തനിച്ച്? ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഗൗതം, പിന്നിലേക്ക് നോക്കുക ചെയ്യല്ലേ. അയ്യോ, ശിവാനി ഒന്നുമല്ലേ? അതല്ലേ അങ്ങോട്ട് നോക്കല്ലേ എന്ന് പറഞ്ഞത്. അവളെ കണ്ടതായി പോലും ഭാവിക്കാതെ നമുക്ക് അവിടെ പോയിരിക്കാം. വാ. ഐശ്വര്യ ഇതുവരെ വന്നില്ലല്ലോ ഏട്ടത്തി, ഒന്ന് വിളിച്ചു നോക്കണോ? ഏയ്, വിളിക്കൊന്നും വേണ്ട, ഐശ്വര്യ വന്നോളും. ആ, ദേ ഐശ്വര്യ എത്തി. ഐശ്വര്യ വാ, ഇരിക്കും. ഓക്കെ, അപ്പൊ കഴിക്കാൻ എന്താ ഓർഡർ ചെയ്യേണ്ടത്? ഐശ്വര്യ എന്നെ പറ. എനിക്കൊന്നും വേണ്ട. ആ, അങ്ങനെ പറഞ്ഞാ പറ്റില്ല, എന്തേലും കഴിച്ചേ പറ്റൂ. വേണ്ട ചേച്ചി, കഴിക്കാൻ പറ്റിയൊരു മൂഡിലല്ല ഞാൻ. പ്ലീസ്. ഐശ്വര്യ, കഴിഞ്ഞ സംഭവങ്ങളൊന്നും ഐശ്വര്യക്ക് അത്ര വേഗം മറന്നു കളയാൻ പറ്റുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു സത്യമുണ്ട്, നേരത്തെ വിവാഹം കഴിച്ചതാണെന്നുള്ള വിവരം ഞാൻ മനഃപൂർവ്വം മറച്ചു വെച്ചതല്ല. അമ്പലത്തിൽ വെച്ച്, റെസ്റ്റോറൻറ്റിൽ വെച്ചൊക്കെ പലവട്ടം ഞാനത് ഐശ്വര്യയോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ എനിക്കത് പറയാൻ പറ്റിയില്ല. പറയാനുള്ള ധൈര്യം കിട്ടിയപ്പോഴത്തേക്കും എല്ലാം കൈവിട്ട് പോവുകയും ചെയ്തു. സത്യം പറഞ്ഞ ശിവാനി ആയിട്ടുള്ള എൻ്റെ വിവാഹം എന്ന് പറയുന്നത് എൻ്റെ ഒരു എടുത്തുചാട്ടത്തിൻ്റെ ഫലമായിരുന്നു. എല്ലാവരെയും എതിർത്തുകൊണ്ട് ഞാൻ കാണിച്ചൊരു അവിവേകം, അതിന്റെ ശിക്ഷ എനിക്ക് കിട്ടി. കൈവിട്ടുപോയ എൻ്റെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി കൂടെ എന്നത് ഏട്ടനും എടുത്തിയ ഒരർത്ഥത്തിൽ ഇവർ രണ്ടുപേരുമാണ് എൻ്റെ ജീവിതം ഇതുപോലെങ്കിലും നിലനിർത്തിയത്. സത്യം പറഞ്ഞ ശിവാനി എന്നുള്ള വ്യക്തി എൻ്റെ ജീവിതത്തിൽ പോയിട്ട് മനസ്സിൻ്റെ കോണിൽ പോലുമില്ല. ഇപ്പം എൻ്റെ ഉള്ളിൽ ഐശ്വര്യ മാത്രമേ ഉള്ളൂ. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല ഒന്നും. പലപ്പോഴും ഐശ്വര്യയോട് എല്ലാം തുറന്നു പറയാൻ തന്നെയായിരുന്നു എൻ്റെ തീരുമാനവും. പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. എന്റെ സ്ഥാനത്ത് നിന്നൊന്ന് ആലോചിച്ച് നോക്ക് പ്രണവ്. നേരത്തെ ഒരു വിവാഹം കഴിഞ്ഞ വ്യക്തിയാണെന്ന് എന്നോട് പറയാതിരുന്നത് തെറ്റ് തന്നെയല്ലേ? അല്ല ഐശ്വര്യ, ഇവന് ഭയമായിരുന്നു. ആ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഐശ്വര്യ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലോ എന്നുള്ള ഒരു പേടിയായിരുന്നു ഇവന്. ഞങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു സത്യമുണ്ട്, ഐശ്വര്യയോട് ഇവനുള്ളത് യഥാർത്ഥ പ്രണയം തന്നെയാണ്. അതിലൊരു സംശയമില്ല. നേരത്തെ ഒരു വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം പ്രണവനോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിലും എനിക്കൊരനിഷ്ടവും തോന്നില്ലായിരുന്നു. പക്ഷെ ഇതിപ്പോ... പ്ലീസ് ഐശ്വര്യ, എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ ഐശ്വര്യ ഇഷ്ടപ്പെടുന്നത് ആത്മാർത്ഥമായിട്ടാണ്, പൂർണ്ണ മനസ്സോടെയാണ്. ദയവേത് എൻ്റെ ഇഷ്ടം ഐശ്വര്യ അവഗണിച്ച് കളയരുത്. ശിവാനിയുടെ കാര്യം ഓർത്ത് ഐശ്വര്യ വിഷമിക്കണ്ട. എത്രയും പെട്ടെന്ന് വിവാഹമോചനം നേടാനുള്ള വഴികൾ ഞങ്ങൾ നോക്കുന്നുണ്ട്.
കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ഇഷ്ടം സ്വീകരിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് ഐശ്വര്യയുടെ ഒരു മറുപടി വേണം, പ്ലീസ്. പ്രണവ് ഇത്രയൊക്കെ പറയുമ്പോ വച്ചു നീട്ടുന്ന ആ സ്നേഹത്തെ തള്ളിക്കളയുന്നത് ശരിയല്ലല്ലോ. ഞാനത് സ്വീകരിക്കുന്നു പ്രണവ്. എനിക്കും ഇഷ്ടമാണ്.